നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും സൗജന്യ അരി വിതരണവും മുല്ലക്കര വട്ടക്കല്ലിൽ നടന്നു. കാട്ടാനശല്യം രൂക്ഷമായ പുത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഫെൻസിംഗ് ലൈനോട് ചേർന്നുള്ള കാടുകൾ വെട്ടിവൃത്തിയാക്കി. മണ്ണത്തി ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ വേൾഡ് കപ്പ് ഫൈനൽ ആവേശത്തോടൊപ്പം അർജന്റീന സ്പെയിൻ മത്സരത്തിന് പിന്തുണയുമായി ഇടവക ജനങ്ങൾ ഫുട്ബോൾ ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു. 34 വർഷത്തെ മഹത്തായ സേവനത്തിനു ശേഷം മണ്ഡലിത്തറ ജനകീയ വിദ്യാലയത്തിൽ നിന്ന് വിരമിച്ച ടിജി റോയ് മാസ്റ്റർക്ക് ആദരവും ഉന്നത വിജയം നേടിയ SSLC+2 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. വാർത്തകൾ വിശദമായി. ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൂത്ത് മണ്ഡലം ഭാരവാഹികളുടെ വിജയ സംഗമം നടത്തി. മണ്ഡലത്തിലെ മുഴുവൻ ബൂത്ത് പ്രസിഡന്റുമാരെ ഉപഹാരം നൽകി ആദരിച്ചു. പാർട്ടിയുടെ വിജയശില്പികൾ ബൂത്ത് പ്രവർത്തകരാണെന്നും എത്ര വലിയ പരിപാടികൾ പ്രചരണങ്ങൾ സംഘടിപ്പിച്ചാലും ബൂത്തിലെ പ്രവർത്തനമാണ് ഫലം തരുന്നതെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗത്തിൽ പറഞ്ഞു. പ്രവർത്തകരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നേതാക്കന്മാർ ഉണ്ടാകണമെന്നും DCC പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബഷീർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ ബൂത്ത് പ്രസിഡന്റുമാർക്കുള്ള ഉപഹാര വിതരണം നടത്തി. തൃശൂർ കോർപ്പറേഷൻ ടാക്സ് അപ്പീൽ കമ്മിറ്റി ചെയർമാൻ K ഗോപാലകൃഷ്ണൻ, കൌൺസിലർമാരായ ശ്യാമള മുരളീധരൻ, സിൻഡോമോൾ സോജൻ, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ആവക്കാരൻ, ബ്ലോക്ക് ഭാരവാഹികളായ ജിജോ ജോർജ്, VM സുലൈമാൻ, അനിൽ തെക്കോട്ട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിയോ രാജൻ, മഹിളാ ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു ബെന്നി, ജില്ലാ ജനറൽ സെക്രട്ടറി ജ്യോതി ആനന്ദ്, മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സഫിയ ജമാൽ എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി പ്രിൻസ് പൊതുശ്ശേരി സ്വാഗതവും K സുധാകരൻ നന്ദിയും പറഞ്ഞു. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായി എന്ന് മാത്രമല്ല, പാർട്ടി നമുക്ക് തന്നത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് എന്നതും കൂടെ ഈ വിജയത്തിന്റെ തെളിവാണ്. അപ്പൊ ഒരു വിജയം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പരിശോധിക്കുന്നതോടെ മണ്ഡല പ്രസിഡന്റ് സൂചിപ്പിക്കാം, ഞാൻ ഈ എണ്ണത്തിനേക്കാളും അതിനൊക്കെ അപ്പുറത്ത് ഞാൻ കാണുന്നത് BJP സുരേഷ് ഗോപി ജയിച്ച തെരഞ്ഞെടുപ്പിൽ 5,55,000 വോട്ടാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. അവർക്ക് ഈ ഗുണങ്ങൾ എത്തിക്കാൻ, സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാൻ പറ്റും. നമുക്ക് 3 കൗൺസിലേഴ്സാണ്. അവരെ വെച്ച് മാത്രം ചെയ്താൽ പോരാ. നമ്മൾ ഓരോരുത്തരും ഓരോ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഗവൺമെന്റിന്റെ വക്താക്കളാകാൻ പാർട്ടിയുടെ ഭാരവാഹികളും പ്രവർത്തകരുമാണ് മുന്നിട്ടിറങ്ങേണ്ടത്. അപ്പോഴാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട രണ്ടാമത്തെ ദൗത്യം. മൂന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് പാർട്ടിയെ ചട്ടക്കൂടിൽ നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ പ്രവർത്തകരെ. സംസ്കാരത്തിന്റെ ഉൽപ്പന്നമാണ് ഭാഷ എന്ന് രാംമോഹൻ പാലിയത്ത്. ജീവിതചര്യകളും സാഹചര്യങ്ങളും ഭാഷാപ്രയോഗങ്ങളെ സ്വാധീനിക്കും. എന്നാൽ ഭാഷയ്ക്ക് കയ്യെഴുത്ത് രൂപം ഇല്ലാതാകുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ ഭീഷണിയാണെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച എൻ്റെ മലയാളം ഗവേഷണ പ്രഭാഷണ പരിപാടിയുടെ 3ാം അധ്യായം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാംമോഹൻ പാലിയത്ത്. ഭാഷയുടെ പ്രയോഗം, പരിണാമം, സാഹിത്യം, വ്യാപനം എന്നിങ്ങനെ വിവിധ മേഖലകളെ ആധികാരികമായി വിലയിരുത്തുന്ന ഭാഷാ ഗവേഷണ പദ്ധതി സാംസ്കാരിക രംഗത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എഴുത്തുകാരായ K രഘുനാഥൻ, K ഉണ്ണികൃഷ്ണൻ, അഞ്ചത്ത് ബാലകൃഷ്ണൻ, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ എന്നിവരും പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. ഡോക്ടർ SK വസന്തൻ, MD രാജേന്ദ്രൻ, മോഹൻദാസ് പാറപ്പുറത്ത്, MD രത്നമ്മ, ശ്രീദേവി അമ്പലപുരം എന്നിവരും സന്നിഹിതരായിരുന്നു. ഉമ്മൻചാണ്ടി അനുസ്മരണവും സൗജന്യ അരി വിതരണവും നടത്തി. മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3ാമത് ചരമവാർഷിക ദിനത്തിൽ മണ്ണത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും സൗജന്യ അരി വിതരണവും നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുല്ലക്കര വട്ടക്കല്ലിൽ വെച്ച് നടന്ന പരിപാടിയിൽ കോർപ്പറേഷൻ കൗൺസിലർ നീതു സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ജോണി അരിമ്പൂർ, രവീന്ദ്രൻ കരുമത്തിൽ, TM അബ്ബാസ്, സഫിയ നിഷാദ്,
PV ഹരിദാസ്, രവി CK, മജീദ് വട്ടക്കല്ല്, അബൂബക്കർ മണ്ണത്തി, സിജോ ജോസ്, ജോസ് പുലിക്കോട്ടിൽ, കരീം ഖാൻ, ഫിലോമിന ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ രാവിലെ ഭക്ഷണം കഴിച്ച് ജനസമ്പർക്ക പരിപാടിയിൽ ഇരുന്ന് ആ പരിപാടിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയ മുഴുവൻ ആളുകളുടെയും അവസാനത്തെ ആളുടെ നിവേദനം പോലും മേടിച്ച് അതിന് തീർപ്പ് കൽപ്പിച്ചിട്ടാണ് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നമ്മുടെ എവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ നേതാവ് കൂടിയായ ശ്രീ ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 3 വർഷം തികയാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവ സൂചകവും കൂടി മാത്രമാണ് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ 3 വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ സൗജന്യമായി അരി വിതരണം നടത്തുന്നത്. ഇത്രയേറെ ജനപ്രീതിയുള്ള ഒരു നേതാവ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി ഐക്യരാഷ്ട്ര സഭയുടെ പ്രത്യേക പുരസ്കാരം പ്രശംസയും പിടിച്ചു പറ്റിയ പരിപാടിയാണ്. നമുക്കറിയാം, നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ സർക്കാർ പിണറായിയുടെ നേതൃത്വത്തിൽ പിണറായിയും അലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞതുപോലെ പിണറായി ഒരു ബസ്സിൽ കുറച്ച് മന്ത്രിമാരും വന്നു. അങ്ങനെ അവിടെ ഒരു ജനസമ്പർക്ക പരിപാടി നടത്തി. അത് കഴിഞ്ഞിട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒന്നും തന്നെ കാട്ടാനശല്യം രൂക്ഷമായ പുത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഫെൻസിംഗ് ലൈനോട് ചേർന്നുള്ള കാടുകൾ വെട്ടിവൃത്തിയാക്കി. ജനവാസ മേഖലയിലേക്കും കൃഷിസ്ഥലത്തേക്കും ആന വരുന്നത് ദൂരെ നിന്ന് കാണാനും കർഷകർക്ക് ആവശ്യമായ മുൻകരുതലെടുക്കാനും വേണ്ടിയാണ് വനാതിർത്തിയിലെ കാടുകൾ വെട്ടിവൃത്തിയാക്കുന്നത്. അതോടൊപ്പം ഫോറസ്റ്റ് ജീവനക്കാർക്കും RRT സംഘങ്ങൾക്കും ജോലി സുഗമമാക്കാനും കാട് വെട്ടുന്നത് സഹായകമാകും. ദിവസവും ആനയുടെ സഞ്ചാരപാതയായി ജനവാസ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കാട്ടാനശല്യം വിഷയത്തിൽ വനം വകുപ്പ് മെല്ലെപ്പോക്ക് നടപടിയാണ് സ്വീകരിച്ചു വരുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. തങ്ങളുടെ കൃഷിയും ജീവനും സ്വത്തും വന്യമൃഗശല്യത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ പ്രഖ്യാപിച്ച പരിഹാര നടപടികൾ ഉടൻ നടപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ഒരു പ്രവൃത്തി ഉദ്ഘാടനം വേണ്ടിയിട്ട് എഡിസിനെയാണ് നമ്മൾ മലയോര നമ്മളിന്ന് ഒരു പ്രദേശം, അതായത് കാട് വെട്ടിത്തെളിക്കുന്ന ഒരു പണി ഇതിനു മുമ്പ് എടുത്ത ഒരു തീരുമാനത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് കാട് വെട്ടിത്തെളിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ഞായറാഴ്ച ആയ കാരണം കുറെ അധികം ആൾക്കാർ പള്ളിയിൽ പോയിട്ടുണ്ട്. അവരും കൂടെ വന്ന് ഇപ്പൊ ഇവിടെ ഈ കൂടി നിൽക്കുന്ന ആൾക്കാർ പിന്നെ വീണ്ടും വരട്ടി അങ്ങനെ ആയി വരും. എഡിസൺ സംസാരിക്കും. സ്നേഹമുള്ളവരെ, നമ്മളിവിടെ പറയുന്നത് പോലെ നമ്മുടെ ഈ വനാതിർത്തിയിൽ കാടിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അമ്പലത്തിൽ വെച്ചിട്ട് ഒരു അവലോകന മീറ്റിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം കാട് കയറി കിടക്കുന്നത് കൊണ്ട് അതൊന്ന് ഒഴിവാക്കി കൊടുക്കണം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയ്ക്ക് ആദ്യം ഇതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. തുടർ നടപടിയായിട്ടാണ് ഇപ്പം നമ്മൾ നീങ്ങുന്നത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ഞായറാഴ്ചയാണ്. അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പൊതുയോഗങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തുടക്കത്തിൽ ആൾ കുറവാണ്. കുറേശം ഒരു 3 സെക്ഷനായി തിരിച്ചുകൊണ്ട് ഈ വലിയ കാടുകളൊക്കെ വീശി നമുക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആനയെ കാട്ടിലേക്ക് തന്നെ തുരത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യാനാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതിനിടയ്ക്ക് പഞ്ചായത്തിൻ്റെ ഒരു സഹകരണം എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് കാട് വെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം കൂടി നമ്മൾ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ജനകീയ സമിതിയുടെ പ്രവർത്തകർ എല്ലാവരും ഇതിൽ ഊർജ്ജസ്വലമായിട്ടുണ്ട്. നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളൊന്നും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. പൂർണ്ണമായി അതിശക്തമായി തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ ആനയെ വനത്തിലേക്ക് തന്നെ തുരത്തും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ പരിപാടി നമ്മളിവിടെ ആരംഭിക്കുകയാണ്. പഞ്ചായത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അവരൊരു ഇതിനു മുമ്പുണ്ടായ ഒരു കാര്യത്തെ അതിനൊരു ഒരു 13 ലക്ഷം രൂപയുടെ എന്തോ
ഒരു ഇത് ഫെൻസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ എന്തോ ചെയ്തതായിട്ട് ഒരു നോട്ടീസ് ഞങ്ങൾ ഈ സമിതിയുടെ ഈ ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നപ്പോൾ അവർ ഞങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ ഒന്നും പഞ്ചായത്ത് ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. ഒരു 6 ലൈറ്റ് ഇവിടെ RRTക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 6 ലൈറ്റ് തന്നിട്ടുണ്ട്. രാജൻ സാറിൻ്റെ ലൈറ്റ് കിട്ടാൻ പോകണുള്ളൂ. ഈ ആന വരണ്ടോ ഇല്ലയോ, ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് പഞ്ചായത്തുകാരും വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. ആരും അതിനോട് വ്യക്തമായി ഒന്നും പറയുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ റോട്ടിക്കടെ ഇവിടെ വന്ന് നിൽക്കും. ഈ വന്ന് നിൽക്കണോ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണമെങ്കിൽ 500 മീറ്ററിന് മേളിലുണ്ട്. അവിടെ നിന്ന് ആന ഇറങ്ങി ഇവിടെ വന്നു കഴിയുമ്പോൾ അതിന്റെ പിന്നീന്ന് പടക്കം പൊട്ടിക്കും. അപ്പൊ ആന അപ്പുറത്തെ പറമ്പിലേക്ക് പോകും. അവിടെ നിന്ന് വീണ്ടും പടക്കം പൊട്ടിക്കുക, അതിന്റെ അപ്പുറത്തെ പറമ്പിലേക്ക് പോകും. അത് കഴിയുമ്പോൾ ആന പതുങ്ങി നിന്ന് വെച്ച് റോഡ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലല്ലോ. അവര് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. ആ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് അവരുടെ ജീവന് പേടിച്ചിട്ട് അവർ ഉള്ളിലേക്ക് പോകുന്നില്ല. അതിന് അവർ പറയണ തടസ്സം ഈ കാട് വെട്ടി തെളിച്ചില്ല എന്നാ. അപ്പൊ ജനകീയ സമിതി അതിന് നേതൃത്വം കൊടുത്തിട്ട് ആ കാട് വെട്ടി തെളിക്കുന്നതിന്റെ പൂർണ്ണ പരിപാടി ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. എന്നിട്ടും അവര് അതിനെക്കുറിച്ച് കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ അതന്നേരം ഞങ്ങൾ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലേക്ക് അതിന് വേണ്ട രീതിയിൽ ഞങ്ങൾ ജനകീയ സമിതി അതിന് പ്രഷർ ചെയ്തിട്ട് തന്നെ അതിന് വേണ്ട രീതിയിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇവിടെ പറമ്പുണ്ട്, കണ്ണാറയാണ് ഞാൻ താമസിക്കുന്നത്. ഇന്നലെ അവിടെ ആന വന്നിട്ടുണ്ട്. തെങ്ങിന്റെ തടം വാങ്ങിയിട്ടിട്ട് അതിനകത്ത് ആനപ്പിണ്ടൊക്കെ കിടക്കണില്ല. ഒന്നും എന്തിട്ട് എടുക്കുന്ന ഒന്നും എടുക്കുന്നില്ല. ആര് വരുന്നു? അതേ ഇവിടെ നമുക്ക് റബ്ബർ വെളുപ്പിന് 6 മണി കഴിയാണ്ട് നേരം വിളിക്കാണ്ട് ടാപ്പിങ്ങാരെ ആരും വിളിച്ചാൽ കിട്ടില്ല. രാവിലെ ആന 6:30 നമ്മളെ പറമ്പിൽ ആന കയറി പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ റബ്ബർ കിട്ടുന്നത്. ആ കടറമ്പിൽ പോയി അറിയാം എന്തോരം റബ്ബർ ആന നശിപ്പിച്ചറിയാം. ഇപ്പൊ വെള്ളക്കാലത്തിനും കവലയ്ക്ക് കുറച്ച് സ്ഥലമുണ്ട്. കഴിഞ്ഞ ആഴ്ച അവിടെ ഇറങ്ങി ആന മുഴുവൻ നശിപ്പിച്ചു. വാഴയും ഇപ്പൊ ആ വാഴയെല്ലാം എന്നാൾ കാണിച്ചത് നമ്മുടെ പറമ്പില് വാഴയും അടയ്ക്കാമരവും എല്ലാം നശിപ്പിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇവിടെ കാട് വീശി ഫോറസ്റ്റുകാർക്ക് ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുക. അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഇവിടെ. ആന ഇവിടെ ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു 10-18 വർഷത്തോളമായി ആന ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നിരന്തരം ആന ഇറങ്ങുന്നുണ്ട്. ഇതവരെ അതിന് വേറെ ഇതൊന്നും കണ്ടില്ല. ഇനിയെങ്കിലും ഉള്ള ഇത് കാലം ഈ ആന ഇറങ്ങാണ്ടിരിക്കാനുള്ള സംവിധാനം വേണം എന്നാണ് പറയാനുള്ളത്. ഇന്നലെയും കൂടി ആന ഇറങ്ങിയിട്ടുണ്ട്. രാത്രിയിൽ ഒരു 8-8:30 ആയപ്പോൾ ആന ഇറങ്ങിയിട്ടുണ്ട്. ഫോറസ്റ്റുകാർ വന്ന് പോയതിന് ശേഷമാണ് ആന ഇറങ്ങിയേക്കുന്നത്. സെൻസസ് ക്വിസ് മത്സരം വിജയികൾക്ക് ജില്ലാ കളക്ടർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സെൻസസ് 2027ന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളിൽ സെൻസസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനസംഖ്യാപരമായ വിവരശേഖരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചത്. മത്സരത്തിൽ സെന്റ് അലോഷ്യസ് കോളേജിലെ നഫീസത്ത്, കുട്ടനല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അഖില, വിമല കോളേജിലെ SS വർഷ, സെന്റ് മേരീസ് കോളേജിലെ മീനാക്ഷി, സെന്റ് തോമസ് കോളേജിലെ തബ്ഷീർ, ക്രൈസ്റ്റ് കോളേജിലെ ആര്യ, നാട്ടിക SN കോളേജിലെ ഷാമില, ചേർപ്പ് GVHSSലെ T ശ്രീഹർഷ എന്നിവർ വിജയികളായി. തൃശൂർ ജില്ലയിലെ സെൻസസ് മാസ്റ്റർ ട്രെയിനർമാരായ ഡോക്ടർ TL സോണി, ഡോക്ടർ ഫ്രാൻസിസ് T ഫ്രാങ്കോ, രഞ്ജിത്ത് വർഗീസ് എന്നിവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. യോഗത്തിൽ സെൻസസ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ വിഭ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ സജിത, ജില്ലാ സെൻസസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പനങ്ങാട്ടുകര വായനശാല ഹാളിൽ സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു അധ്യക്ഷനായി. DCC ഭാരവാഹികളായ K അജിത് കുമാർ, ഷാഹിദ റഹ്മാൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K ചന്ദ്രശേഖരൻ, തോമസ് പുത്തൂർ, VA ഷിജോ, സുനിമോൾ ജോജു, മായ സുനിൽ, ട്രസ്റ്റ് ഭാരവാഹികളായ കുട്ടൻ മച്ചാട്, TA ശങ്കരൻ, നഗരസഭാ കൗൺസിലർ PT സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AC ജോസ് ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു. ട്രസ്റ്റ് ഭാരവാഹികളായ KR സന്ദീപ്, KM അബ്ദുൾ സലാം, ജോജോ കുര്യൻ, വിനോദ് മാടവന, അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ, അഡ്വക്കേറ്റ് ടോംചൻ ദേവസി, അഹ്സാൻ ഷെയ്ഖ്, വിജോയ് കുറ്റിക്കാടൻ തുടങ്ങിയവർ അനുസ്മരണത്തിനും വിദ്യാഭ്യാസ പുരസ്കാര വിതരണത്തിനും നേതൃത്വം നൽകി. ജയും മാംസമുള്ള ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വരും തലമുറയിലെ ആളുകൾ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞത്. അത് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്. നമ്മൾ കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ, ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ, നമ്മളൊക്കെ മരിച്ച്
മണ്ണിനടിയിലായി ഉണ്ടാവും. ഈ തലമുറയ്ക്ക് പോയി കഴിഞ്ഞ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയേറെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് തന്നെയായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രത്യേകത. പദവികൾ അല്ലെങ്കിൽ അധികാരം, അധികാരം കേവലം പദവിക്ക് വേണ്ടിയിട്ടല്ല, അത് ജനസേവനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് തെളിയിച്ചു തന്ന ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനസമ്പർക്ക പരിപാടി. ഒരു വർഷം എനിക്കതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി രാത്രി ഒരു 11 മണി 12 മണി വരെ തുടരുന്ന ജനസമ്പർക്ക പരിപാടി. ഒറ്റക്കാലിൽ നിന്ന് ഈ ഒരു വ്യക്തി ഇതുപോലെ ഈ ജനസമ്പർക്ക പരിപാടിയിൽ ഓരോ ആളുകളുടെയും പരാതികൾ കേട്ട് പരിഹാരം ഉടനടി കാണാൻ സാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഇവിടെ വലിയ ഒരു നേതാവായിരുന്നു. തെക്കിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, INTCയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നാട്ടിലുള്ള മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങിയ കുട്ടികളെ അനുമോദിക്കലും അതോടൊപ്പം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക പരിപാടിയുടെ അനുസ്മരണവും കൂടിയാണ് നമ്മൾ ഇന്ന് നടത്തപ്പെടുന്നത്. ശ്രീ CT ദേവസ്യേട്ടൻ എന്ന് പറഞ്ഞാൽ ശ്രീ CT ദേവസ്യേട്ടൻ്റെ മകൻ ശ്രീ ടോംജൻ ദേവസ്യ അഡ്വക്കേറ്റ്, അദ്ദേഹം സദസ്സിലുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന അഡ്വക്കേറ്റ് ടോംജൻ ദേവസ്യൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. തെക്കിക്കരയെ സംബന്ധിച്ചിടത്തോളം, വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഈ പുരസ്കാര ചടങ്ങിൻ്റെയും അനുസ്മരണത്തിൻ്റെയും ചടങ്ങിൻ്റെയും അധ്യക്ഷൻ, ട്രസ്റ്റിൻ്റെ ചെയർമാൻ, ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് ശ്രീ PJ രാജു അവരുടെ ഹാർദമായി ട്രസ്റ്റിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തിരക്കുകൾക്കിടയിലും ഈ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആരാധ്യയായ മേയർ ശ്രീ നിജി ജസ്റ്റിൻ അവരുടെ ആദരപൂർവ്വം ഞാൻ ട്രസ്റ്റിൻ്റെ പേരിലും ഈ നാടിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഒരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ
സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി സാമൂഹ്യനിധി വകുപ്പ് മോഡൽ സായംപ്രഭ ഹോമിലെത്തുന്ന മുതിർന്ന പൗരന്മാർക്കായി ആര്യമ്പാടം ലയൺസ് ക്ലബ്ബ് ഔഷധ കഞ്ഞി കിറ്റ് നൽകി. കർക്കിടക മാസത്തിൽ മുതിർന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഒരുക്കിയ പ്രത്യേക പരിപാടി വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP മദനൻ അധ്യക്ഷത വഹിച്ചു. ആര്യമ്പാടം വാർഡ് കൗൺസിലർ PA അഷ്റഫും ആര്യമ്പാടം ലയൺസ് ക്ലബ്ബ് അംഗങ്ങളും ചേർന്ന് ഔഷധക്കഞ്ഞി കിറ്റ് വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ മിനി അരവിന്ദന് കൈമാറി. ചെയർപേഴ്സൺ ഔഷധ കിറ്റ് സായംപ്രഭ ഹോമിലെ മുതിർന്ന അംഗങ്ങൾക്ക് നൽകി. ആര്യമ്പാടം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മജീദ് PA, സാമൂഹ്യനീതി വകുപ്പ് സീനിയർ സൂപ്രണ്ട് സിനോ സേവി, സാമൂഹ്യനീതി വകുപ്പ് സായംപ്രഭ മാനേജർ ഫെസിലിറ്റേറ്റർ മാർഷൽ C രാധാകൃഷ്ണൻ, ആര്യമ്പാടം ലയൺസ് ക്ലബ്ബ് അംഗങ്ങളായ EK ജോഷി, CC കുര്യാക്കോസ്, M ശശികുമാർ, ഗിരീഷ് ചന്ദ് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് ഒല്ലൂക്കര ഡിവിഷൻ കൗൺസിലറുടെ സ്നേഹാദരം കാളത്തോട് ആപെ മരിയ ഓഡിറ്റോറിയത്തിൽ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ K ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ IP പോൾ മുഖ്യാതിഥിയായിരുന്നു. ബഷീർ അഹമ്മദ്, കൗൺസിലർമാരായ ശ്യാമള മുരളീധരൻ, സിൻഡോ മോൾ സോജൻ, PA ഹംസ, MR റോസലി, അരവിന്ദൻ വല്ലച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. T ശിവദാസൻ സ്വാഗതവും അനിൽകുമാർ തെക്കൂട്ട് നന്ദിയും പറഞ്ഞു. കാണാൻ സാധിക്കുന്നത് ഞാൻ താമസിക്കുന്ന ഡിവിഷനിലെ സമാപനം കൂടി ആദ്യമായി തന്നെ നടത്തുകയാണ്. ഉന്നത വിജയം കൈവരിച്ചുകൊണ്ട് ആദരിക്കുന്ന ഈ ഡിവിഷനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതും നിങ്ങളോടൊപ്പം ഏറ്റവും വലിയ ഒരു ജീവിതത്തിലുടനീളം കേരളം A++അപ്പുറത്ത് ജീവിതത്തിലെ സമഗ്ര മേഖലകളിലും വിജയം ആവർത്തിക്കാൻ സാധിക്കട്ടെ. അത് ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകുകയെന്ന് കൂടി ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കേവലം A1 അല്ലെങ്കിൽ A++അപ്പുറത്ത് സമഗ്രമായി എല്ലാ മേഖലയിലും വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. വിദ്യാഭ്യാസം ലക്ഷ്യമാക്കുന്നത് തന്നെ ഒരു മനുഷ്യന്റെ പൂർണ്ണതയെ സ്വാമി വിവേകാനന്ദൻ കൃത്യമായിട്ട് നമ്മളോടൊക്കെ സംബന്ധിച്ചു പോയ കാര്യമാണ്. ഒരു മനുഷ്യന്റെ പൂർണ്ണതയെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ് വിദ്യാഭ്യാസത്തിന്റെ നാല് ലക്ഷ്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനവും അധ്യാപകരും മാതാപിതാക്കളും നിങ്ങളൊരു പുതിയ ചുവടുവെപ്പിലേക്ക് നീങ്ങുകയാണ്. അഫ്സനാബിയം, ജൗലിയ പോളി, ജോവിൻ ജോമോൻ A, അഫ്സനാബിയം, ജൗലിയ പോളി, ജോവിൻ ജോമോൻ A. മണ്ണുത്തി ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിൽ നടക്കുന്ന വേൾഡ് കപ്പ് ഫൈനൽ ആവേശത്തോടൊപ്പം അർജന്റീന സ്പെയിൻ മത്സരത്തിന് പിന്തുണയുമായി ഇടവക ജനങ്ങൾ ഫുട്ബോൾ ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു. വികാരി റവറൻ ഫാദർ ഡേവിസ് ചിറമൽ ഷൂട്ടൌട്ട് മാമാങ്കം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ജോൺ പുത്തൂർ മുഖ്യാതിഥിയായി. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ നോബി മേനാച്ചേരി, സെക്രട്ടറി KS പോൾ, ബേബി വിയോ, ജോജു ഫ്രാൻസിസ്, സോഫി സോജൻ, ജോസഫ് പയസ്, ഡോക്ടർ EA ജേസൺ, പാസ്റ്ററൽ കൗൺസിൽ മെമ്പർ ജിഷ ജോയ്സൺ, മേഖലാ കൺവീനർമാർ, പ്രസിഡന്റുമാർ, കൈക്കാരന്മാരായ ആന്റോവി മാത്യു, പിയൂസ് ചാലിശ്ശേരി, ലിയോ ഔസേഫ്, ടോമി എന്നിവർ പങ്കെടുത്തു. ഗോൾ അടിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
ഉമ്മൻചാണ്ടി അനുസ്മരണവും പാവപ്പെട്ട ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും നടത്തി. അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കേരള NGO അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ചും KGOU ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ നിർധനരായ 10 ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം വിതരണം ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലിജോ കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി ഷാജു VA സ്വാഗതം ആശംസിച്ചു. KGOU സംസ്ഥാന കമ്മിറ്റി അംഗം ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ വരദ, കാഷ്വാലിറ്റി സൂപ്രണ്ട് ഡോക്ടർ ഷാജി, NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KS മധു, KGNU ജില്ലാ പ്രസിഡന്റ് റീന KM, NGOA ജില്ലാ കമ്മിറ്റി അംഗം ഷിബു PM, ബ്രാഞ്ച് പ്രസിഡന്റ് രാജു PF, സാൻഡോ സൈമൺ, വനിതാ ഫോറം കൺവീനർ മീര P, സുബിത VS, ഷീല KR തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ബ്രാഞ്ച് ട്രഷറർ അൻസാർ TA നന്ദി പറഞ്ഞു. മണലിത്തറ 6ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 34 വർഷത്തെ മഹത്തായ സേവനത്തിനു ശേഷം മണലിത്തറ ജനകീയ വിദ്യാലയത്തിൽ നിന്ന് വിരമിച്ച TG റോയ് മാസ്റ്റർക്ക് ആദരവും ഉന്നത വിജയം നേടിയ SSLC+2 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ തോമസ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ O ശ്രീകൃഷ്ണൻ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിമോൾ ജോജു, മായ ജോഷി, AK വാവൂട്ടി, PT മണികണ്ഠൻ, TG റോയ് മാസ്റ്റർ, സ്വാതി ഹിരൺ എന്നിവർ സംസാരിച്ചു. വാർഡ് പ്രസിഡന്റ് TA ബാലകൃഷ്ണൻ സ്വാഗതവും ബൂത്ത് പ്രസിഡന്റ് PN സുരേന്ദ്രൻ നന്ദിയും അറിയിച്ചു. നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടികളെങ്കിലും നമ്മുടെ നാടിന്റെ മരുമകളാണ്. ഉന്നതമായ ഒരു വിദ്യാഭ്യാസത്തിലേക്ക് ആ കുട്ടിക്ക് എത്താൻ കഴിഞ്ഞു. ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് നേടി. ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള വിദ്യാഭ്യാസ കാലങ്ങളിലാണെങ്കിലും തുടർന്ന് ജോലി സംബന്ധമായ കാര്യങ്ങളിലാണോ ഒക്കെ തന്നെ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്താൻ കഴിയും എന്ന വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും അങ്ങോട്ടൊക്കെ എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ചെറിയ കാര്യമല്ല. ഒരു ഡോക്ടറേറ്റ് കിട്ടുക എന്നുള്ളതൊക്കെ വളരെ കഠിനാധ്വാനത്തിലൂടെ സമയം ചെലവഴിച്ച് സമയം ഒന്നും നോക്കാതെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഒക്കെ പഠിച്ച് നേടിയെടുക്കാവുന്നതാണ് ഡോക്ടറേറ്റ്. ആ ഒരു ഡോക്ടറേറ്റ് നേടിയ ആ ഒരു കുട്ടിയെ നമുക്ക് എല്ലാവർക്കും അനുമോദിക്കാം, ആശംസിക്കാം, ആദരിക്കാം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ ചടങ്ങ് ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങാണ്. അത് ഇവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ സാന്നിധ്യം തന്നെയാണ് ഈ ചടങ്ങിനെ മനോഹരമാക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആദരവുകളൊക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായും വരാവുന്നത് 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40 കുട്ടികൾ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ആരും കാണാറില്ല. പക്ഷേ ഈ നാടിന്റെ മുഴുവൻ സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും ആഭാലവൃദ്ധം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഈ പരിപാടികളുള്ള പ്രതിബദ്ധതയും ഈ കുട്ടികളോടുള്ള സ്നേഹവും അതോടൊപ്പം ഈ സംഘാടക മികവുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായും നമുക്ക് നാളുകളിൽ ഈ നാടിന്റെ സമഗ്രമായ വികസന പ്രക്രിയയിൽ പങ്കാളികളായ ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളൊക്കെ ഏതെല്ലാം നിലകളിലേക്ക് എത്തുമെന്ന് പറയാൻ കഴിയില്ല. ഡോക്ടറാകുന്നവരുണ്ടാകാം, എഞ്ചിനീയർമാരാകുന്നവരുണ്ടാകാം, കലക്ടറാകുന്നവരുണ്ടാകാം. ഇതൊന്നും അതിശയോക്തി കലർന്നൊരു ഭാഷയല്ല. ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നതാണ്. വലിയ ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഗവൺമെന്റ് സെക്രട്ടറിമാരാവാൻ കഴിയുന്നവരുണ്ട്, അഡ്വക്കേറ്റ് ആവാൻ കഴിയുന്നവരുണ്ട്, ജഡ്ജിമാരാവാൻ കഴിയുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ജഡ്ജിമാർ 2 ആളാണ്, 2 ജഡ്ജിമാരുള്ള സ്ഥലമാണിത്. അപ്പൊ ഇതിനൊക്കെ സാധ്യതകളുണ്ട്. ആ സാധ്യതകളെല്ലാം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും തെറ്റായ വഴികളിലൂടെ നടക്കാതിരിക്കാൻ, ചിന്തിക്കാതിരിക്കാൻ, മനസ്സ് പതറാതിരിക്കാൻ നിങ്ങൾക്കെല്ലാം ദൈവത്തിന്റെ കരുണയുണ്ടാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരിടവേള.
MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകളിലേക്ക്. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, സെക്രട്ടറി ഷാജി മുരിയാടൻ, മുരളീധരൻ, പ്രഹ്ലാദൻ, സുരേഷ് പാട്ടത്തിൽ, സജീവ് അടിപ്പറമ്പിൽ, വിനോദ് കുളങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് PG ഡിവിഷൻ അംഗം PS വിനയന്റെ മാതാവ് സുഭദ്ര അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ചിറക്കേക്കോട് നിദ്രാലയത്തിൽ. കുണ്ടുകാട് നിർമ്മല ഹൈസ്കൂൾ പ്രഥമ പ്രധാനാധ്യാപകനും മുൻ മാനേജറുമായിരുന്ന പുന്നമ്പറമ്പ് കുണ്ടുകാട് അരഞ്ഞാണി വീട്ടിൽ പറയതനായ മത്തായി മകൻ മാത്യു അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4:30 കുണ്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിൽ. ഭാര്യ പറയതയായ ആനി, മക്കൾ അനിൽ, ജെയ്സൺ, പറയതനായ സൈസൻ, മരുമക്കൾ ബീന, മഞ്ജു, രമ്യ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും സൗജന്യ അരി വിതരണവും മുല്ലക്കര വട്ടക്കല്ലിൽ നടന്നു. കാട്ടാനശല്യം രൂക്ഷമായ പുത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഫെൻസിംഗ് ലൈനോട് ചേർന്നുള്ള കാടുകൾ വെട്ടിവൃത്തിയാക്കി. മണ്ണത്തി ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ വേൾഡ് കപ്പ് ഫൈനൽ ആവേശത്തോടൊപ്പം അർജന്റീന സ്പെയിൻ മത്സരത്തിന് പിന്തുണയുമായി ഇടവക ജനങ്ങൾ ഫുട്ബോൾ ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു.
34 വർഷത്തെ മഹത്തായ സേവനത്തിനു ശേഷം മണ്ഡലിത്തറ ജനകീയ വിദ്യാലയത്തിൽ നിന്ന് വിരമിച്ച ടിജി റോയ് മാസ്റ്റർക്ക് ആദരവും ഉന്നത വിജയം നേടിയ SSLC +2 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.